നമസ്കാരം. ബംഗളൂരിൽ ടെക്കി ദമ്പതികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. AI കാരണം ജോലി നഷ്ടപ്പെട്ടതാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഹൈദരാബാദിൽ നിന്ന് അടുത്തിടെ താമസം മാറിയ 32കാരനായ ഭാനു ചന്ദർ റെഡ്ഡി, ഭാര്യ ബിബി ഷാസിയ സിറാജ് എന്നിവരാണ് ജീവനൊടുക്കിയത്. കൊത്തന്നൂർ പ്രദേശത്തെ അപ്പാർട്ട്മെന്റിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. ഭർത്താവ് വീട്ടിൽ മരിച്ചതിന് അരമണിക്കൂർ തികയും മുമ്പേ ഭാര്യയും കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഭാനുവിന് ലഭിച്ചത് ഏകദേശം 80 ലക്ഷം രൂപയുടെ പാക്കേജുള്ള ഒരു സ്വപ്ന ജോലിയായിരുന്നു. അമേരിക്കയിൽ അവർക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നു. തെലങ്കാനയിൽ ഭാനു തന്റെ കുടുംബത്തിനായി മറ്റൊരു വീട് നിർമ്മിച്ചിരുന്നു. കരിയർ ഗ്രാഫ് കുതിച്ചുയർന്ന സ്വപ്നതുല്യമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ AI സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് അദ്ദേഹത്തിന് ആ വില കൂടിയ ജോലി നഷ്ടപ്പെടുത്തി. മറ്റൊരു ജോലി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഭാനുവിന് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായി. 8 മാസം മുമ്പാണ് ഷാസിയയ്ക്ക് IBMൽ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് ദമ്പതികൾ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് താമസം മാറിയത്. ഷാസിയയുടെ കരിയർ മുന്നോട്ട് കുതിക്കുമ്പോൾ US ജോലി നഷ്ടപ്പെട്ട ഭാനു ഇന്ത്യയിലേക്ക് മടങ്ങി പുതിയ ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. താൻ കാരണം ഷാസിയയുടെ കരിയർ താറുമാറാകുമോ എന്ന ഭയം പോലും അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകാം. അവരുടെ പ്രണയകഥയ്ക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 2.5 വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ ഭാനുവിന്റെ കുടുംബത്തിന് മാത്രമേ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ. ഷാസിയ സിറാജ് തന്റെ കുടുംബത്തെ വിവാഹത്തെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ രഹസ്യം പോലും അവരുടെ മനസ്സിന് ഒരു ഭാരമായിരുന്നിരിക്കാം. ആത്മഹത്യാക്കുറിപ്പിൽ ഭാനു ചന്ദർ റെഡ്ഡി തന്റെ മാനസിക സമ്മർദ്ദത്തിന് കാരണം ജോലി നഷ്ടമാണെന്ന് വ്യക്തമാക്കി. ഏകദേശം 80 ലക്ഷം രൂപയുടെ പാക്കേജായിരുന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ദമ്പതികൾക്ക് അമേരിക്കയിൽ പോലും ഒരു വീടുണ്ടായിരുന്നു. എന്നിട്ടും ആത്മഹത്യ ചെയ്തു. എന്തായാലും ഭാര്യയ്ക്ക് ജോലി കിട്ടിയതുകൊണ്ടാണ് അവർ ബംഗളൂരുവിലേക്ക് താമസം മാറ്റിയത്. അതേസമയം മറ്റൊരു വീട് നിർമ്മിച്ചതായും പറയുന്നുണ്ട്. AI വരവോടുകൂടി ഇവരുടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. പക്ഷേ ഭാര്യയ്ക്ക് ജോലിയുണ്ടായിരുന്നു. ഇതിലുള്ള മാനസിക സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇവരുടെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കുന്നുണ്ട്. ജോലി സ്ഥലത്തും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇവർ മറ്റെന്തെങ്കിലും ബിസിനസ് പരമായ ആശയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ, അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ കൂടി മൊഴിയെടുത്തേ പറ്റൂ. ഇവരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ.